ബലികർമ്മങ്ങൾ നടത്താൻ പലപ്പോഴും തിരുവനന്തപുരത്തുള്ള തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ പോകാറുണ്ട്. ബലികർമ്മങ്ങൾ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം പിതൃക്കൾക്ക് വേണ്ടി ബലികർമ്മങ്ങൾ നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പവിത്രമായ കാര്യമാണ്, ഒരു പുണ്യം നിറഞ്ഞ കാര്യമാണ്. അതിനേക്കാൾ ഉപരിയൊക്കെ നമ്മൾ മാനസികമായി ആ ഒരു നിമിഷങ്ങളെന്ന് പറയുന്നത് നമ്മുടെ പിതൃപരമ്പരയിൽപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകളുമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് നിൽക്കുന്ന നിമിഷങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ബലിയെല്ലാം ഇട്ടതിന് ശേഷം അതൊഴുക്കാനായിട്ട് ഈ ക്ഷേത്രത്തിനോടൊപ്പം ചേർന്ന ആ ഒരു പുഴയുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അത്രയധികം വിഷമം തോന്നുന്നത്. ഇത് പലർക്കും ഈ അവിടെ പോയി ബലിയിട്ടിട്ടുള്ള എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമ്മൾ ഇത്രയും പവിത്രമായ മനസ്സോടുകൂടി പ്രാർത്ഥനയോടുകൂടി പിതൃക്കൾക്കായി ഇതുപോലെ ബലി അർപ്പിച്ചതിന് ശേഷം ആ ബലിച്ചോറ് അയച്ചെന്ന് നമ്മളത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ആ വെള്ളത്തിലേക്ക് ഒഴുക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് മാലിന്യ കൂമ്പാരമാണ്. ഒരുപാട് തവണ എനിക്ക് വളരെയധികം വേദന തോന്നിയിട്ടുണ്ട്. നമ്മുടെ അച്ഛനോ അപ്പൂപ്പനോ ഒക്കെ ആയിരിക്കും ഇതുവരെ നമ്മൾ ബലിയിടാൻ പോകുമ്പോൾ അവർക്കൊക്കെ ഉള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി തിരിഞ്ഞു നോക്കും വളരെ വിഷമം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതൊന്നും അന്വേഷിക്കാൻ അല്ലെങ്കിൽ ഇതൊന്നും നേരെയാക്കാൻ ഇവിടെ ആരുമില്ലേ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷൻ, നേമത്തെ MLA രാജീവ് ചന്ദ്രശേഖർ അതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള ഒരു തീരുമാനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ മന്ത്രിമാരോട് ആ മാലിന്യ കൂമ്പാരങ്ങൾ മാറ്റി അവിടെ വൃത്തിയാക്കണം എന്ന നിവേദനം നൽകിയിരിക്കുകയാണ്. ബലികർമ്മങ്ങൾ നടക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രം ഒരു പക്ഷേ തിരുവല്ലം പരശുരാമ ക്ഷേത്രമായിരിക്കും. ക്ഷേത്ര പരിസരം നവീകരിക്കുന്നത് വേഗത്തിലാക്കണം എന്ന് രാജീവ് ചന്ദ്രശേഖർ MLA ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജലവിഭവ മന്ത്രി മോൻസ് ജോസഫിനും ദേവസ്വം മന്ത്രി K മുരളീധരനുമാണ് അദ്ദേഹം കത്ത് നൽകിയിരിക്കുന്നത്. തിരുവല്ലം ഭക്തരുടെ ക്ഷേത്രത്തിലെ ബലിക്കടവ് വൃത്തിയാക്കലും മറ്റടിസ്ഥാന സൗകര്യ വികസനവും അനന്തമായി നീളുകയാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ കത്തിൽ പറയുന്നു. ബലിച്ചടങ്ങുകൾക്ക് ശേഷം മുങ്ങിക്കുളിക്കാൻ മാലിന്യം നിറഞ്ഞ തിരുവല്ലം ആറാണ് സമീപത്തുകൂടി ഒഴുകുന്നത്. അത് ഏറെ സങ്കടകരമാണ്. അവിടെ മാലിന്യം നീക്കി നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുക എന്നതാണ് ഭക്തരുടെ ഏറ്റവും പ്രധാന ആവശ്യമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബലിക്കടവുകളുടെ വികസനവും ഭക്തർക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതും മുൻഗണനാക്രമത്തിൽ നിർവഹിക്കണം. കർക്കടക മാസത്തിന് മുൻപായി ഇത്തരം പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ശരിക്കും രാജീവ് ചന്ദ്രശേഖറിനോട് ഒരുപാട് ബഹുമാനം തോന്നുന്നു. കാരണം വളരെ പരമപ്രധാനമായ ഒരു സംഗതി തന്നെയാണ് ഇത്. വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ ഒന്നുമല്ല അവിടെ ഭക്തർ ചെന്ന് എല്ലാ ദിവസവും ബലികർമ്മങ്ങൾ അർപ്പിക്കാൻ അവിടെ ഭക്തരുണ്ടാവും. അവിടെ ബലികർമ്മങ്ങൾ അർപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ആ തിരുവല്ലം ആറ് കിടക്കുന്ന ആ ഒരു അവസ്ഥ കണ്ട് വേദനിക്കുന്നവരുണ്ടാകും, മനസ്സിന് തൃപ്തിയില്ലാതെ മടങ്ങിപ്പോകുന്നവരുണ്ടാകും. അവർക്കൊക്കെ വേണ്ടി ശബ്ദമായിരിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം മന്ത്രിമാർ വളരെ പെട്ടെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരനും അതുപോലെ ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫും വളരെ പെട്ടെന്ന് പരിഗണിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് വേഗം നടക്കട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മസ്.